ഹായ്. ഒരു 2 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാട്ടോ ഞാനിന്ന് പറയുന്നത്. ഇത് റിലേഷൻഷിപ്പ് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ഫാമിലി ആവാം, കസിൻസ് ആവാം, ആരുമാവാം, ഏത് തരത്തിലുള്ള ബന്ധവുമാവാം. ഫസ്റ്റ് ടൈപ്പ് നല്ല റിലേഷനിലായിരിക്കും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പെട്ടെന്നൊരു ദിവസം മുതൽ കമ്മ്യൂണിക്കേഷൻ അങ്ങ് ബ്രേക്ക് ആവും. പിന്നെ എത്ര ഈ അഫക്റ്റായ ആൾ, ഇപ്പുറത്തുള്ള ആൾ എത്ര അങ്ങോട്ട് ട്രൈ ചെയ്താലും അവിടെ നിന്ന് ഒരു റിയാക്ഷൻസ് ഉണ്ടാവില്ല, റെസ്പോൺസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി റീസൺ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയില്ല. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാർ ഭയങ്കര രസമാണ്. അവരുടെ കാര്യം പറയുവാണെങ്കിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് അവസ്ഥ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടാവുമായിരിക്കും. ഒരു മൊമെൻറ്റ് തൊട്ട് ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവില്ല, ഒരു തരം സൈലൻസ് ആയിരിക്കും. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിനും വിളിക്കാൻ പറ്റില്ല. ഈ 2 ടൈപ്സിലും ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഫക്റ്റായ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ, ആൾക്ക് ഇത് രണ്ടിൻ്റെ റീസൺ അറിയില്ല. ഈ റീസൺ അറിയാതെ ഇവർ കിടന്ന് ടെൻഷനായി അങ്ങോട്ട് പോയി ചോദിച്ച് അപ്പോഴും അറിയില്ല. ഇവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, എന്താണ് ഇഷ്യൂ എന്ന് അറിയാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ യാതൊരു വിധത്തിലും ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടിരിക്കും ഈ എഫക്റ്റ് ചെയ്ത ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഇത് എഫക്റ്റ് ചെയ്ത ആളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് കളയരുത്. തിരിച്ചു പോയോ മതി. ഇനി കൂടുതൽ അങ്ങോട്ട് കയറി എന്താണ് പ്രശ്നം, എന്താണ് റീസൺ എന്ന് ചോദിച്ച് പുറകെ നടക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഒരിക്കലും ഡിപ്രഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ അത്രയും വിഷമിച്ചോ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. പിന്നെ നിങ്ങളെ അനുഭവിച്ച പെയിനും ഡിഫിക്കൽട്ടീസും ഒക്കെ വെറുതെ ആയിരുന്നു, സമയം പോയി, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. കാരണം ആ പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം. ആ പെയിൻ അറിഞ്ഞാലാണ് നമുക്ക് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് കിട്ടുള്ളൂ. ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളെയാണ്. നമുക്ക് വാല്യൂ കിട്ടാത്ത ഒരു പ്ലേസിലും നമ്മൾ പോയി നിന്ന് നമ്മുടെ സമയം കളയേണ്ടതില്ല. പിന്നെ ഈ 2 ടൈപ്പ് ഓഫ് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ വിഷമിപ്പിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് നല്ലോണം അറിയാം നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങനെ വിഷമിക്കുന്നുള്ളത്. അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റീസൺ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾ ചെയ്യുക. ചെയ്യില്ലെന്നറിയാം, എന്നാലും പറയുക. നമ്മുടെ സമയം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ഡിസേർവ്ഡ് ആയതെല്ലാം നമുക്ക് തന്നെ വന്നു ചേരും. ബി ഹാപ്പി, ബി പോസിറ്റീവ്. അപ്പോൾ കാണാം. ബൈ.